എലൈറ്റ് എക്സ്പെർട്ടൈസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് റില്ലി മാത്യു. ഞാൻ എലൈറ്റ് എക്സ്പെർട്ടൈസിൽ അഡ്മിൻ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ നവംബർ 2023 ക്യാപ്സ് ക്വാളിഫൈഡ് ആണ്. എലൈറ്റ് എക്സ്പെർട്ടൈസ് ഒരു ഓൺലൈൻ ടീച്ചിങ് പ്ലാറ്റ്ഫോം ആണ്. ഇവിടെ പഠിപ്പിക്കുന്നവർ മിസ്സസ് ഹാരികയും മിസ്റ്റർ ഹാരിഫ് മുഹമ്മദുമാണ്. ഇവർ രണ്ടുപേരും ഓസ്ട്രേലിയയിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. എലൈറ്റ് എക്സ്പെർട്ടൈസിൽ ക്യാപ്സ്, ഇന്റേൺ ഫാർമസിസ്റ്റ് റിട്ടേൺ എക്സാം, ഇന്റേൺ ഫാർമസിസ്റ്റ് ഓറൽ എക്സാം, PEBC, PTE ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. പുതുതായി ഓപ്പറയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ നമ്മുടെ കൂടെ കോച്ചിങ്ങിന് ഉണ്ടായിരുന്ന ആളാണ് കൃപ. കൃപ ക്യാപ്സ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞ ജൂലൈ ബാച്ചിൽ. കൺഗ്രാറ്റുലേഷൻസ് കൃപ. താങ്ക് യു മാം, താങ്ക് യു. എന്ത് തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നു. ആക്ച്വലി കുറെ നാളായിട്ടുള്ള ഡ്രീം ആയിരുന്നു, പക്ഷെ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞുപോയി. പിന്നെയും റീസ്റ്റാർട്ട് ചെയ്തത് ലൈറ്റിന്റെ കൂടെ എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കൃപയെ കുറിച്ചൊന്ന് പറയാമോ? കൃപ എവിടെ പഠിച്ചത്, ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്? ഞാൻ 2015 ബാച്ചാണ് പാസ് ഔട്ട്. ഞാൻ സെയിന്റ് ജോസഫ് കോളേജ് ഓഫ് ഫാർമസി ചേർത്തലയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞ് ഞാൻ മാരേജ് കഴിഞ്ഞ് ദുബായിലേക്ക് പോയി. അപ്പൊ അവിടെ ഞാൻ ഒരു 6 ഇയേഴ്സ് 2016 to 2020 ഞാൻ അവിടെ ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ദുബായിൽ. അത് കഴിഞ്ഞ് കോവിഡും പ്രഗ്നൻസിയും ഒരുമിച്ച് വന്നപ്പോൾ നാട്ടിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ നാട്ടിൽ വന്നിട്ട് ഞങ്ങൾ എറണാകുളത്ത് ഒരു ഓൺ ഷോപ്പായിരുന്നു ഇപ്പൊ ഒരു 3 ഇയേഴ്സ് ആയിട്ട്. അപ്പൊ വൺസ് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു ഓസ്ട്രേലിയയിലേക്ക്. പക്ഷെ ആ സമയത്ത് എന്തുകൊണ്ടോ പറ്റിയില്ല, നമുക്ക് ടൈം ആയിട്ടില്ല എന്ന് പറയുന്ന പോലെ സംഭവിച്ചില്ല. അത് കഴിഞ്ഞ് പിന്നീട് മോളൊക്കെ ഒന്ന് സെറ്റ് ആയി, അവർക്ക് ഒരു 3 ഇയേഴ്സ് ആയപ്പോഴത്തേക്കും വീണ്ടും മൈഗ്രേഷൻ എന്നുള്ള കാര്യം നോക്കി തുടങ്ങിയപ്പോഴാണ് ഭയങ്കര ആക്സിഡന്റലി ആണ് മാമിന്റെ ഒരു ഇതുപോലെ ഇപ്പൊ എടുക്കുന്ന ഇന്റർവ്യൂ പോലെ തന്നെ ഒരു ഇന്റർവ്യൂ കണ്ടു ഞാൻ. അത് പക്ഷേ ലക്കിലി എന്റെ ഫ്രണ്ടിന്റെ സിസ്റ്റർ ഇൻ ലോ ആയിരുന്നു. അതാണ് നമ്മുടെ പണ്ടത്തെ ബാച്ചിലുണ്ടായിരുന്ന ഐറിസിനെ ഓർമ്മയുണ്ടാവുമല്ലോ, ഐറിസ്. അങ്ങനെയാണ് ഞാൻ ലൈറ്റിനെ പറ്റി അറിയുന്നതും ജോയിൻ ചെയ്യുന്നതും. എത്ര മന്ത്സ് പ്രിപ്പയർ ചെയ്തു ക്യാപ്സിന് വേണ്ടിട്ട്? ടു ബി ഓണസ്റ്റ് പറഞ്ഞാൽ ചിലപ്പോൾ മാഡത്തിന് മനസ്സിലാവണം, മാം ചീത്ത പറയും. പക്ഷെ ഞാൻ ആകെ ഒരു 1 മന്ത്, ലാസ്റ്റ് ഒരു 1 മന്ത് ആയിരിക്കും ഞാൻ പഠിച്ചിട്ടുണ്ടായിരിക്കുക. ഞാൻ കഴിഞ്ഞ മാർച്ചിന് എക്സാം എഴുതണമെന്ന് വിചാരിച്ച് ജോയിൻ ചെയ്തതാണ്. പക്ഷെ എന്റെ സ്കിൽ അസസ്മെന്റ് ഒത്തിരി ഡിലേ വന്നു, എന്റെ ഒരു നെയിമിന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യം വെച്ചിട്ട്. അപ്പൊ പിന്നെ എനിക്ക് മാർച്ചിൽ എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഫുൾ ഉഴപ്പായി. കാരണം മോളും ഷോപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് പറയുകയാണെങ്കിൽ ജൂലൈയിൽ എക്സാം ഉണ്ടായിരുന്നപ്പോ ഒരു 1 മന്ത് മാക്സിമം ഒരു 45 days to 50 days മാക്സിമം ഞാൻ നന്നായിട്ട് നോക്കിയിട്ടുണ്ടാവും. വേറെ ഒന്നും അത്രയും ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഉണ്ടോ ക്യാപ്സ് പ്രിപ്പറേഷന്? സത്യം പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നു. ആദ്യം ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നോട്ട്സ് ഉണ്ടാക്കി പഠിക്കുന്ന ടൈപ്പ് ഓഫ് ഇതായിരുന്നു. അപ്പൊ ഞാൻ ഒത്തിരി നോട്ട്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഇങ്ങോട്ട് നമുക്ക് പോർഷൻസ് ഒത്തിരി വന്നപ്പോഴത്തേക്കും നടക്കാതെ. അപ്പോൾ ഞാൻ ആകെ യൂസ് ചെയ്ത സ്ട്രാറ്റജി വീഡിയോ മാഡത്തിന്റെയും സാറിന്റെയും നമുക്ക് റെക്കോർഡ്സ് കിട്ടുമല്ലോ, അത് മാക്സിമം കേൾക്കുക എന്നുള്ളതായിരുന്നു. മാക്സിമം ഞാൻ കേട്ടിട്ടുണ്ട് എന്നാലാവുന്ന വിധം. അത് ഫുള്ളൊന്നും ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. ഇമ്പോർട്ടന്റ് പോർഷൻസ് മാം 3 times കേൾക്കണം എന്നാണ് പറയുന്നെങ്കിലും ഞാനൊരു 5 or 6 times ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്, എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക്സ് ഞാൻ എടുത്തെടുത്ത് കേട്ടിട്ടുണ്ട്. അതാണ് എന്നെ ലാസ്റ്റ് ഹെൽപ്പ് ചെയ്തത്. കാരണം എനിക്ക് മാമിന്റെ വോയിസ് മാം പറയുന്ന പോലെ തന്നെ എക്സാമിന് എനിക്ക് കേൾക്കായിരുന്നു ആക്ച്വലി. പിന്നെ എന്റെ എക്സ്ട്രാ ലക്ക് കൊണ്ടാണോന്ന് അറിയില്ല, എനിക്കൊരു 90% ഓഫ് ഫസ്റ്റ് പേപ്പർ 1 വന്നതും മോക്സിന്നായിരുന്നു. എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ, സെയിം പാറ്റേൺ എന്ന് വേണേൽ പറയാം. സെക്കൻഡ് പേപ്പറിൽ കാൽക്കുലേഷൻ, അത് എന്റെ കുഴപ്പം കൊണ്ടാണ്. കാൽക്കുലേഷൻ ഉണ്ടായിരുന്നോണ്ട് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാൻ പണ്ടോട്ടേ കാൽക്കുലേഷൻ ബുദ്ധിമുട്ടാണ്. അല്ലാതെ സെക്കൻഡ് പേപ്പറിലും കാൽക്കുലേഷൻ നമ്മൾ ഒഴിവാക്കി നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് എല്ലാം ഒരു 60% വന്നിരിക്കുന്നത് എനിക്ക് മോക്സിന്ന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. പേപ്പർ 1 എനിക്ക് വീട്ടിൽ ഇരുന്ന് മോക്ക് ചെയ്യുന്ന പോലെ തന്നെ ഫീൽ ചെയ്തുള്ളൂ. ബിക്കോസ് അത്രയ്ക്ക് സിമിലർ ആയിരുന്നു എനിക്ക് എല്ലാ ക്വസ്റ്റ്യൻസും. നമുക്ക് ക്യാപ്സിന് ഒരുപാട് കോൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കുമല്ലോ. അപ്പം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ എങ്ങനെയാ ലൈറ്റ് എക്സ്പെർട്ടൈസ് ഹെൽപ്പ് ചെയ്തേ? മാഡത്തിന്റെ വോയിസ്, സത്യമായിട്ടും മാഡത്തിന്റെ വോയിസ്, മാഡത്തിന്റെ മറ്റേ നമ്മുടെ കൊമോഡ് ചെയറിൽ അയൺ സ്റ്റോറി, അതിങ്ങനെ മനസ്സിലോടും. അപ്പൊ അത് വെച്ചിട്ട് ഫുള്ള് സത്യം പറഞ്ഞാൽ എനിക്ക് മൊത്തത്തില് എനിക്ക് എങ്ങനെയാ അത് എക്സ്പ്രസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞാനൊരു ആക്ച്വലി ഒരു ആവറേജ് എബോ സ്റ്റുഡന്റ് ആയിരുന്നു കോളേജിൽ. പക്ഷെ എലൈറ്റിൽ ജോയിൻ ചെയ്തതിനു ശേഷമാണ് ആ ANSന്റെ ഒക്കെ കോൺസെപ്റ്റ് ഇത്ര ക്ലിയർ ആയി. ഇനി ഞാൻ ഏത് രാത്രി ചോദിച്ചാലും പറയും കൊമോഡ് ചെയറിൽ അയൺ സ്റ്റോറി. അത്രയ്ക്ക് അത് എൻക്രിപ്റ്റ് ചെയ്ത പോലെയാണ് മാം പഠിപ്പിച്ചത്. അങ്ങനെ തന്നെയായിരുന്നു കോൺസെപ്റ്റ് ബേസ് എല്ലാ ക്വസ്റ്റ്യൻസും. പിന്നെ സാറ് CNS ഒക്കെ ഞാൻ കോളേജിലെ പഠിക്കാത്ത വിഷയം. പക്ഷെ സാറ് പറയുന്ന കെമിസ്ട്രി, എനിക്ക് പക്ഷെ കെമിസ്ട്രി വന്നില്ല, ബട്ട് എന്റെ ഒരു ഫേവറേറ്റ് സബ്ജക്ട് ആയിരുന്നു. പക്ഷെ കെമിസ്ട്രി ഒക്കെ സാറ് പറഞ്ഞത് പക്ക ആയിട്ട്, മാം ഇവിടെ തന്നെ പഠിച്ചതുകൊണ്ട് അറിയാലോ.
അതെ, എനിക്കും ഇത് തന്നെയായിരുന്നു. എനിക്കിങ്ങനെ സർ എക്സാം എഴുതുമ്പോൾ സാറിന്റെ മാമിന്റെ വോയിസ് ഇങ്ങനെ എനിക്ക് ചെവിക്കകത്ത് ഇങ്ങനെ മുഴങ്ങും. എനിക്ക് കെമിസ്ട്രി ചെയ്തോണ്ടിരുന്നപ്പോ സാറിന്റെ വോയിസിനെക്കാളും കൂടുതൽ സാറിന്റെ വിഷ്വൽ ആണ് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ക്ലാസ് എടുത്തത്. പക്ഷെ മാം ആ ഒരു സ്ട്രെസ് ചെയ്ത് പറയുന്നതുകൊണ്ട് വോയിസ് എനിക്ക് ഭയങ്കര റെക്കഗ്നൈസിങ് ആയിരുന്നു. എലൈറ്റ് എക്സ്പെർട്ടൈസിനെ വേറൊരു ആസ്പിറൻസിന് എത്ര റെക്കമെൻഡ് ചെയ്യും? ഒരുപാട് റെക്കമെൻഡ് ചെയ്യും. ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. എന്നോട് എന്റെ ജൂനിയേഴ്സ്, എന്റെ കോളേജിലുള്ളവര്, എന്റെ കോളേജിൽ തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഒത്തിരി ശരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും, ഷുവർ ആയിട്ടും. എനിക്ക് വേറൊരു എക്സ്പീരിയൻസും ഉണ്ട്, വേറൊരു പേരെടുക്കണല്ലോ, വേറൊരു ഇതുമായിട്ട് ഒരു ഫേമുമായിട്ട് സെയിം ക്യാപ്സിന്റെ കോച്ചിങ് സെന്റർ കോച്ചിങ്ങിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ എന്താ പറയാ, ഒരു നമ്മൾ മറ്റേ ബ്ലേഡ് കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടതാണ് അവിടെ ചേരാതെ. ഇപ്പൊ ആലോചിക്കുമ്പോ ലൈക്ക് ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു. ഞാൻ പേയ്മെന്റ് ചെയ്യാൻ വെയിറ്റ് ചെയ്തപ്പോഴാണ് ഞാൻ ഈ ഐറിസിന്റെ വീഡിയോ കണ്ട് എന്റെ ഫ്രണ്ടിനെ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് പറ്റിയത്. അല്ലായിരുന്നെങ്കിൽ ഞാൻ മേ ബി അവിടെ ചേർന്നേനെ. അത് പാസ്സാവുമെന്ന് പോലും എനിക്ക് ഉറപ്പില്ല. കാരണം ഞാൻ ഒരിക്കലും പറയില്ല എന്റെ എലോൺ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനിൽ എനിക്ക് ക്യാപ്സ് പാസ്സാവാൻ പറ്റുമായിരുന്നു, ഒരിക്കലും ഇല്ല. കാരണം എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ആ മോക്സിന്ന് കിട്ടുന്ന ആ സ്പീഡും ആ ഒരു എക്സ്പീരിയൻസും അത് നമുക്ക് കോച്ചിങ് സെന്ററിൽ തന്നെ കിട്ടേണ്ടതാണെന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മെസ്സേജ് പറയാനുണ്ടോ ഇനിയുള്ള ക്യാപ്സ് ആസ്പിറൻസിനോട്? ഇനിയുള്ള ക്യാപ്സ് ആസ്പിറൻസ് എലൈറ്റിലാണെങ്കിൽ ജസ്റ്റ് ഫോളോ മാം ആൻഡ് സർ ബ്ലൈൻഡ്ലി. വേറെ ഞങ്ങളുടെ തന്നെ ബാച്ചിലുണ്ടായിരുന്നവരൊക്കെ വേറെ എന്താ പറയാ മെറ്റീരിയൽസും വേറെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒക്കെ ഇതൊക്കെ അവര് റെഫറൻസ് ആയിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ടെൻഷൻ കൊണ്ടായിരിക്കും, മീൻസ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പാസ് ആവുന്നത്. പക്ഷെ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല അത് ചെയ്യാനായിട്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ആവട്ടെ, നമ്മൾ ഇറങ്ങിയതല്ലേ ഇവിടെ തന്നെ എന്നുള്ള രീതിയിൽ നിൽക്കായിരുന്നു. ഞാൻ ഒരിക്കലും പറയില്ല വേറെ ഒന്നും ഫോളോ ചെയ്യാനായിട്ട്. നമുക്ക് ടൈം വേസ്റ്റ് ആണ്, നമ്മൾ കൂടുതൽ കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ വിചാരിക്കും അയ്യോ ഇത് പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു ടെൻഷൻ മനസ്സിൽ വരും. സാറിനെ മാഡത്തിനെ മാത്രം ബ്ലൈൻഡ് ആയിട്ട് ചെയ്യുക, പിന്നെ മാക്സിമം മോക്സ് ചെയ്യുക. ക്ലാസ്സിനെക്കാളും മോക്സ് മാക്സിമം ടൈം ചെയ്യുക. അതാണ് എനിക്ക് പറയാനുള്ളൊരു, ഇവിടെ ചേരുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളൊരു. പിന്നെ ബാക്കിയുള്ളവരോട് പറയാനുള്ളത് ഇവിടെ ചേരുക. അപ്പൊ ക്രീവയുടെ ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ, ഇഒയൊക്കെ വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് മാം. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇന്റർവ്യൂ. ശരി, താങ്ക് യു.